ഉദ്ഘാടനം കഴിഞ്ഞ് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇത് കേൾക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് ആശംസ പറയേണ്ട ആളാണ്. അത് കഴിഞ്ഞ് ഞാൻ ആശംസ പറയാം. എളുപ്പം പറഞ്ഞേക്കാം. KSFDC ആയിട്ട് എനിക്ക് 35 വർഷത്തെ ബന്ധമാണ്. 35 വർഷ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ വർഷമാണ്. ഞാൻ, പ്രിയദർശൻ, ഒരുപാട് പേരുണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായി ഒരു ക്യാമറ വാങ്ങിച്ച് ഷൂട്ട് ചെയ്ത് തന്നെയാണ് തിരനോട്ടം എന്നുള്ള സിനിമ. അതിലുപരി ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ സ്വാമി എന്ന് വിളിക്കുന്ന അദ്ദേഹം എനിക്കൊരു പൊന്നാട ഇട്ടു. ഞാൻ ചോദിച്ചു എന്താ സ്വാമി എന്ന് പറഞ്ഞപ്പോൾ അവർ വരെ എന്നെ ഓർക്കുന്നു. 35 വർഷത്തെ ബന്ധം. ഇത് പറയാൻ കാരണം 35 വർഷം മുമ്പ് തിരനോട്ടം ഷൂട്ട് ചെയ്തൊരു ക്യാമറ KSFDC ഇരിപ്പുണ്ട്. അതിപ്പം വർക്ക് ചെയ്യുന്നില്ല. അത് ആർക്കൈവ്സിലാണ് ഇരിക്കുന്നത്. അത് KSFDCയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമറയാണ്. പക്ഷേ ആസ് ആൻ ആക്ടർ എൻ്റെ ജീവിതം തുടങ്ങിയ തിരനോട്ടമാണ്. ആ ക്യാമറയിലാണ് ആദ്യത്തെ ഷോട്ട് എടുത്തത്. ഞാൻ പല പ്രാവശ്യം കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റൊക്കെ ഇരിക്കുമ്പോൾ ഞാനൊരു റിക്വസ്റ്റ് ചെയ്തിരുന്നു, എനിക്ക് ആ ക്യാമറ കിട്ടിയാൽ കൊള്ളാം, ഞാൻ പകരം വേറൊരു ക്യാമറ കൊടുക്കാം. ആ ആർക്കൈവ്സിലിരിക്കുന്നതാണ്. അപ്പോൾ ആ ക്യാമറ വർക്ക് ചെയ്യാത്തൊരു ക്യാമറ എനിക്ക് തന്നാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറ, വർക്ക് ചെയ്യുന്ന 2C ഇപ്പോൾ ആരും വർക്ക് ചെയ്യാറില്ല, ഞാനൊരു ക്യാമറ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. പല പ്രാവശ്യം ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഒന്ന് അതിൽ കണ്ണോടിക്കുക. ശ്രീ മോഹൻലാൽ ഇവിടെ നടത്തിയ അഭ്യർത്ഥന ഞാൻ അപ്പോൾ തന്നെ ശ്രീ ഗണേശനോടുകൂടെ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു പഴയ ക്യാമറ എന്നുള്ള പ്രാധാന്യമേ KSFDCക്ക് ഉള്ളൂ. പക്ഷേ ശ്രീ മോഹൻലാലിന് അതിനുള്ള വൈകാരികമായിട്ടുള്ള ആ ബന്ധം അത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് മാനിക്കുന്നു. അത് നിശ്ചയമായിട്ടും അത് ആ ഓഫർ അത് KSFDCക്കൂടെ പ്രയോജനകരമായ ഓഫറാണ്. പുതിയ ക്യാമറ കിട്ടാൻ പോകുന്നു. മറ്റേത് വർക്ക് ചെയ്യുന്ന ക്യാമറ ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിശ്ചയമായിട്ടും അതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അത് അനുവദിക്കും എന്ന് മാത്രം പറയാൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്.